ഡ്രാമയുടെ തുടക്കം തന്നെ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ ആണ് കാണിക്കുന്നത്. ഇവന്റെ പേര് ലിൻ, ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് അവൻ. അങ്ങനെ സർജറി ഒക്കെ അവൻ സക്സസ് ആയിട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പോഴാണ് ആ പേഷ്യന്റെ ഫാമിലിയാണ് ഇവനെ കുറെ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം ഇവന്റെ ഹാർഡ് വർക്ക് കണ്ട് അവിടുത്തെ സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഇവ മിക്കവാറും നമ്മുടെ ഹോസ്പിറ്റലിൽ ടോപ്പ് ലെവലാകുന്ന പറഞ്ഞ് അവരൊക്കെ പൊക്കി സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവന്റെ കൂട്ടുകാരനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവനാണ് സർജറി സക്സസ് ആയതുകൊണ്ട് അവന്റെ കൂട്ടുകാരന് ചെലവെയ്യാന്ന് പറയും. അപ്പോഴാണ് കൂട്ടുകാരനും എങ്കിൽ പിന്നെ ഞാൻ നിന്റെ സ്ഥലത്തെടുത്തില്ല, നീ ഇങ്ങോട്ടേക്ക് വന്ന നിനക്കൊരു പെണ്ണിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞ് അവനെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ഇത് മനസ്സിലാക്കി ലിന്നും നിന്റെ പരിപാടി ഇതുവരെ തീർന്നില്ല എന്ന് പറഞ്ഞ് അവൻ ഇതിലൊന്നും താല്പര്യമില്ലെന്ന് ആ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും എന്റെ അളിയ പിന്നീട് നിന്റെ മനസ്സൊന്നും മാറല്ലേ, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഞാൻ പറയുക, നീ മര്യാദയ്ക്ക് ഒരു ഫ്ലൈറ്റ് അടിച്ച് ഇങ്ങോട്ടേക്ക് വാ, കാരണം അവളോട് പറഞ്ഞായിരുന്നു നീ അവളെ കാണാൻ വരുമെന്ന്, നീ കുറെ ഗേൾസിനെ അട്രാക്ട് ചെയ്യോളാ എന്നെ കൂട്ടുകാരൻ പറയുമ്പം ഇത് കേട്ട് ലിന്നാണ് ചിരിച്ചിട്ട് ഞാൻ അട്രാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഇവനത് വിശ്വസിക്കാതിരിക്കും. അപ്പോഴാണ് കൂട്ടുകാരനും എടാ നിനക്ക് ഓർമ്മയില്ല കഴിഞ്ഞ പ്രാവശ്യം എന്റെ അമ്മയുടെ പാർട്ടിക്ക് നീ വന്നപ്പോ ഒരു പെങ്കൊച്ച് നിന്നെ കണ്ടപ്പോ തന്നെ വീണുപോയി, അവളെ കാണാനും ബ്യൂട്ടിയാ, അവള് മറ്റേ നമുക്കറിയുന്ന മിസ്റ്റർ ചെങ്ങിന്റെ മകളാ, അവളൊരു പ്രാവശ്യം നിന്നെ കാണാൻ വേണ്ടിയെ കളിച്ചു എന്നിന് അവന്റെ കൂട്ടുകാരനും പറയുമ്പം ഇത് കേട്ട് ലിന്നും അവളെ കണ്ടതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം അവൻ ആദ്യം അവളെ കണ്ടപ്പോ തന്നെ ഇവനെ ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ അവന്റെ നാട്ടിലേക്ക് ചെന്ന അവൾ ഒന്നും കൂടെ കാണാന്ന് വിചാരിച്ച് ഇവൻ അടുത്ത ദിവസം അവന്റെ കാറുമായിട്ട് അവിടേക്ക് ചെല്ലും. അങ്ങനെ പോകുന്ന വഴിക്ക് അവന്റെ കൂട്ടുകാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവനാണ് ഇത്ര പ്രാവശ്യം വിളിച്ചിട്ടും ഇന്ന് മാത്രം എന്തോടെ പെട്ടെന്ന് എന്റെ മനസ്സറിയെന്ന് പറഞ്ഞ് അവന് മൊത്തത്തിൽ സംശയമാകും. അങ്ങനെ മിസ്റ്റർ ചെങ്ങിന്റെ മകള് ഇവനെ കാണണമെന്ന് വിളിച്ചുകൊണ്ട് മാത്രം ഇവൻ ഇപ്പൊ ഇവിടേക്ക് വരുന്നത്, അതുകൊണ്ട് ആ സത്യം കൂട്ടുകാരനോട് പറയാതെ ചുമ്മാ ബോറടിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞ് അവന് കൂട്ടുകാരനോട് സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഇവന്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്ന ലോറിയുടെ കൺട്രോൾ ഇട്ട് പെട്ടെന്ന് ഇവന്റെ കാറിനകത്ത് ചെന്നങ്ങ് ഇടിക്കും. അതോടെ ഒരു വലിയ ആക്സിഡന്റ് ആയി ഇവന്റെ ദേഹം മൊത്തം മുറിഞ്ഞ് അവൻ അവിടെ തന്നെ ബോധം കിട്ടിയിരുന്നു. അങ്ങനെ ഇതേ സമയം ഇവൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഡ്രാമയിലെ ഹീറോയിനെ കാണിക്കുവാണ്. ഇവളുടെ പേര് ഷീഗ്വാൻ. ഇവളെ കാണാനുള്ള സന്തോഷത്തില് ലിന്നിവിടേക്ക് പുറപ്പെട്ട് അതേസമയം അവൾ അവളുടെ കസിന്റെ കൂടാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവ രണ്ടുപേരും കൂടപ്പറപ്പ് പോലെ ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ അനിയനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ട്യൂഷൻ സാറാണ് പുറത്ത് പഠിപ്പിക്കാൻ വേണ്ടി വരും. അതുകൊണ്ട് അവൻ ഇവളെ ചെന്ന് ഗേറ്റ് തുറക്കാൻ പറയുമ്പോൾ അവള് നിനക്ക് കാലില്ലെന്ന് പറഞ്ഞ് അവള് മൈൻഡ് ചെയ്യാതിരിക്കും. ഇത് കണ്ടിട്ട് അവനും ചേച്ചി പ്ലീസ് ചേച്ചി, ചിലപ്പോ നിനക്കറിയാവുന്ന നിന്റെ കൂടെ പഠിക്കുന്ന ആരെയിലായിരിക്കും എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വന്ന്, നീ ചെന്ന് നോക്ക്, ഇന്ന് ഞാൻ തന്നെ പാത്രം എല്ലാം ക്ലീൻ ചെയ്യാം എന്നിന് ഇവനും കെഞ്ചുമ്പം അവളാണ് അങ്ങനെ വഴിക്കാന്ന് പറഞ്ഞിട്ട് അവള് പുറത്തേക്ക് ചെല്ലും. അതിനുശേഷം ഇവള് ഗേറ്റ് തുറന്ന് നോക്കുമ്പോഴാണ് ഒരു കാണാൻ ഹാൻസം ആയിട്ടുള്ള പയ്യൻ അവിടെ നിന്നേക്കും. ഇവന്റെ പേര് ഷുവാൻഷു. അവനെ കണ്ടപ്പോ തന്നെ ഇവള് മൊത്തത്തിൽ വീണുപോയി. അങ്ങനെ ഇവിടുന്ന് ഓരോ വർഷം കഴിഞ്ഞാണ് നമുക്കിപ്പോ കാണിക്കുന്നത്. അങ്ങനെ ഷീഗ്വാനും അവളുടെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് കോളേജിലേക്ക് വരുവാന്ന് പറഞ്ഞ് ഇവളുടെ ഫ്രണ്ട്സിനൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാൻ പറയും. അങ്ങനെ ഇവളുടെ മെസ്സേജ് ആയിട്ട് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ നീ ആരും ഞങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് അവരെ കൊഴിഞ്ഞു മാറുമ്പം ഇവളാണ് കഴിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചിക്കനായിട്ട് കൊന്ന, പക്ഷെ എന്നെ ആരാന്ന് അറിയത്തില്ലെങ്കിൽ ഞാനതൊക്കെ ഒറ്റ കഴിച്ചോളാം എന്നിന് അവൾ തിരിച്ച് മെസ്സേജ് അയക്കുമ്പോഴാണ് അവരൊക്കെ സന്തോഷത്തിൽ ഇവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് എല്ലാരും കൂടെ മെസ്സേജ് ഇട്ടേക്കും. എന്നിട്ട് ഇവളും കോളേജിന്റെ ഹോസ്റ്റലിൽ എത്തിന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചിക്കൻ എനിക്ക് മാത്രം താടിയെന്ന് പറഞ്ഞ് അവൾ ആദ്യം തന്നെ വാങ്ങിച്ചേക്കും. എന്നിട്ട് ബാക്കി ഇവളുടെ റൂംമേറ്റ്സ് ഒക്കെ ഇവളെ വെൽക്കം ചെയ്യുമ്പോൾ അവളാണ് ചിക്കൻ എന്ന് പറഞ്ഞപ്പോ എല്ലാരും കൂടെ ഒന്നുകൂടിയാന്ന് പറഞ്ഞ് അവരെ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ അടുത്തേക്ക് വേറെ ചില ഫ്രണ്ട്സും കൂടെ ഓടി അടുത്തേക്ക് വരുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ ഇവളുടെ ക്രഷ് ഷുവാൻഷുവിനെ കണ്ടുടനെ അവൾ ഞെട്ടിപ്പോയിരിക്കും. അതേസമയം അവന്റെ കൂടെ തന്നെ ഒരു പെങ്കൊച്ചാണ്, അവളുടെ പേര് റോങ്. ഇവർ രണ്ടുപേരും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ. അങ്ങനെ ഇവർ ഇത്രയും പേരും കണ്ടിട്ട് ഷീഗോനാണ് പേടിച്ചിട്ട് ഞാനാകെ ഒറ്റ ചിക്കനെ വാങ്ങിച്ചോളൂ, ഇത്രയും പേർക്ക് തികയോന്ന് അവൾക്ക് അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ഷീഗോൻ നിന്റെ ചിക്കന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ കൊന്നത്, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, ഇന്ന് ഷുവാൻഷു നമുക്ക് എല്ലാവർക്കും ചെലവ് ചെയ്യാൻ പോവാ എന്നിന് അവരൊക്കെ പറയുമ്പം ഇവളാണ് ഷോക്കായിട്ട് സത്യത്തിൽ ഇവന്റെ ചെലവെന്ന് പറഞ്ഞ് അവൾ എന്തോ സംഭവം ചെയ്യിക്കും. അപ്പോഴാണ് മറ്റേ റോങ് ആണ് അവനൊരു ബാങ്കിൽ നിന്ന് ജോലി കിട്ടിയെന്ന് പറഞ്ഞ് അതിന്റെ ചെലവാന്ന് പറയും. അതിനുശേഷം ഷീഗോനെ സന്തോഷത്തി എങ്കിൽ പിന്നെ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് ഇനി ബാങ്കുമായിട്ടുള്ള സംശയം വരുവാണ് ഇവനോട് ചോദിച്ചാൽ പോരെന്ന് അവൾ നോർമലായിട്ട് സംസാരിക്കാൻ നോക്കും. അപ്പോഴാണ് അവനും പെട്ടെന്ന് നീ നാളെ വരെ വരത്തില്ലെന്നാ ഞാൻ വിചാരിച്ചെന്ന് അവനും ചോദിക്കും. ഈ ചോദ്യം കേട്ട് അവളൊന്നും പറയാതിരിക്കുമ്പം ഇവളുടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വിശക്കുവാന്ന് പറഞ്ഞ അപ്പൊ തന്നെ ഹോട്ടലിലേക്ക് ചെല്ലും. അവിടെ വെച്ച് ഷീഗോനാണ് അവളുടെ കൂട്ടുകാരിയോട് എടി ഞാൻ നാളെ വരെ വരത്തില്ലെന്ന് ഇവൻ എങ്ങനെ അറിഞ്ഞ് എന്നിന് അവളും ചോദിക്കുമ്പം അവളുടെ കൂട്ടുകാരിയാണ് നമ്മുടെ റൂംമേറ്റ് ബോസ് അവന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ സംസാരിച്ചാണെന്ന് പറയും. അങ്ങനെ ഷുവാൻഷു എല്ലാവർക്കും ചെലവ് ചെയ്യുമ്പം ഷീഗോനാണ് അവൾ കൊണ്ടുവന്ന ഫുഡ് വേസ്റ്റ് ആയിക്കോടെന്ന് പറഞ്ഞ് ഇവൾക്കൊന്ന് ഓർഡർ ചെയ്യണ്ടെന്ന് പറയും. ഇത് കേട്ട് അവനും കുറച്ച് സങ്കടത്തി അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവരൊക്കെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങാൻ വേണ്ടി പോവുക. അതുകൊണ്ട് ഓരോരുത്തരും ജോബ് ഇന്റർവ്യൂവിന് പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവസാനം ഷീഗോനെ മാത്രം കണ്ടിട്ട് അവളുടെ ഫാമിലിക്ക് കുറെ കണക്ഷൻ ഉള്ളതുകൊണ്ട് അവൾക്ക് ഈ ജോലി അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയും. അങ്ങനെ എല്ലാവരും ഇവള് ഭയങ്കര ലക്കിയാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊന്നും ഷീഗോൻ വലിയായിട്ട് മൈൻഡ് ചെയ്യാതെ അവള് നോർമലായിട്ട് തന്നെ ഇവരോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതിന് ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവനാണ് ഇവളുടെ അച്ഛനമ്മയും കൂടെ ഒപ്പിച്ചെന്ന ജോലി ഇവൾക്ക് സത്യത്തിൽ ഇഷ്ടമാണെന്ന്
ചോദിക്കും. അങ്ങനെ ഇവളുടെ മുഖം കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു ജോലി ചെയ്യുന്ന പോലെ തോന്നുന്നത്. അതുകൊണ്ട് കിട്ടിയ ജോലി നോക്കാതെ നീയായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യുന്ന പറഞ്ഞ് ഇവളുടെ പാരന്റ്സ് ഒപ്പിച്ചെന്ന ജോലി എന്ന് ശോകമായിട്ട് കാണുന്നതെന്ന് പറയും. അത് കേട്ട് അവള് സങ്കടപ്പെട്ടിട്ട് എന്തായാലും എവിടെ ജോലിയാണ് ഞാനല്ലേ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ടെന്ന് പറയും. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ബാക്കി എല്ലാ ഫ്രണ്ട്സ് അവിടേക്ക് വന്ന ഉടനെ ഷീഗുവാനാണ് അവളുടെ അങ്കിളുടെ വീട്ടിലേക്ക് അവളിപ്പോ പോകുമെന്ന് പറഞ്ഞ് ഇവർക്കൊക്കെ ബായ് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവരൊക്കെ ഞങ്ങളുടെ കൂടെ പുറത്ത് പാട്ടോടെ വന്നോടെ എന്ന് പറഞ്ഞ് അവരൊക്കെ വിളിച്ചു നോക്കുമ്പോൾ ഇവള് യാത്ര ചെയ്ത് മൊത്തത്തിൽ ടയേർഡായിരിക്കുമെന്ന് പറഞ്ഞ് ഇവൾ എല്ലാവർക്കും ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് ബസ് കയറാൻ പോകുന്ന സമയത്ത് ഇവളുടെ അനിയനാണ് ഫോൺ വിളിച്ചിട്ട് ചേച്ചി നീ എനിക്ക് സഹായം ചെയ്യണം, നീ വരുമ്പോഴേ ഞാൻ നിനക്കന്ന് മറ്റേ പ്ലേ സ്റ്റേഷനിൽ കൊണ്ടുപോവാ, ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുക എന്നിന് അവനും പറയുമ്പം ഇവളാണ് അത് ഹോസ്റ്റലിൽ തന്നെ ഇരിക്കുവാന്ന് പറയും. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം എടുത്തോണ്ടാരെന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്യാൻ നോക്കുമ്പോൾ അനിയനാണ് ഇത് കേട്ട് ദേഷ്യത്തി ഈയോ അതിനിപ്പോ കിളവിയായോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അത് കൊണ്ടുവരാൻ, അടുത്ത പ്രാവശ്യം നീ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളു, മര്യാദക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോവാ എന്നിന് ഇവൻ പറഞ്ഞിട്ട് അവളാണ് ദേഷ്യത്തി ദാ നീ ഇപ്പൊ എന്തോ വിളിച്ച മര്യാദക്ക നീ പിൻവലിച്ചോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോ നിനക്ക് സീന എന്നിന് അവള് പേടിപ്പിക്കുമ്പോഴാണ് അവനും സോറി എങ്കിൽ പിന്നെ ഒരു സുന്ദര കുട്ടിക്ക് ഒട്ടും ഓർമ്മയില്ല, പ്ലീസ് ബ്യൂട്ടിഫുൾ ചേച്ചി അന്ന് കൊണ്ടുവരാം എന്നിന് ഇവൻ വീണ്ടും കെഞ്ചുമ്പം അവളാണ് ഇങ്ങനെ സംസാരിക്കാൻ പഠിക്കുന്ന പറഞ്ഞ് അവള് വീണ്ടും അനിയന് വേണ്ടി തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെല്ലും. അങ്ങനെ ഇവള് റൂമിലേക്ക് വന്ന അതേ സമയം അവര് പാട്ടുപാടാൻ പോയ സ്ഥലം ഫുള്ളും ബുക്ക് ആയതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സും തിരിച്ച് റൂമിലേക്ക് വരും. അപ്പോഴാണ് അവളുമാരും പാട്ടുപാടാൻ വിളിച്ചിട്ട് ഷുവാൻഷു തന്നെ ബോറടിച്ചിരുന്ന പിന്നെ നമ്മുടെ മൂഡൊക്കെ എങ്ങനെ ബ്രൈറ്റ് ആകുമെന്ന് പറഞ്ഞ് അവന് റോങ്ങും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് റോങ്ങും നിങ്ങൾ വിചാരിക്കുന്നില്ല ഞങ്ങളൊന്ന് കപ്പിൾസ് അല്ലെന്ന് അവളും പറയുമ്പം ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും ഇവർ രണ്ടൊരു കൊച്ചിലെ തൊട്ട് ഒരുമിച്ച് വളർന്നുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ തമ്മിൽ നല്ല ചേർച്ച ഉണ്ടെന്ന്. അങ്ങനെ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെന്താ ഒരാൾ പോലും പുറത്താണിക്കാത്തെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ഇത് കാരണം ഷീഗോൻ ഒന്നും അറിയാതെ ശിവാൻഷോ ചെന്ന് പ്രൊപ്പോസ് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇവർക്ക് ഇങ്ങനെ സംസാരിച്ചിട്ട് പുറത്തേക്ക് വന്ന് അവിടെ ഇരിക്കുന്ന ഷീഗോനാണ് എല്ലാം കേട്ടോണ്ടിരിക്കും. എന്നിട്ട് അവളും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആ പഴയ സംഭവമൊക്കെ ഇങ്ങനെ ഓർത്ത് വെക്കും. അത് ആദ്യമായിട്ട് ഇവളുടെ അനിയൻ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നപ്പോഴാണ് അവള് ശിവാൻഷയെ പരിചയപ്പെടുന്നത്. അങ്ങനെ കണ്ടപ്പോ തന്നെ അവൾ അനിയനോട് ഇവളുടെ കൂട്ടുകാർ റോങ്ങിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇവൻ എന്ന് പറയും. അപ്പോഴാണ് അനിയനും എങ്കിൽ പിന്നെ ഇവന് മുമ്പ് നീ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവനും ചോദിക്കുമ്പോൾ അവൻ വേറെ ക്ലാസ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാറുള്ളൂ എന്ന് പറഞ്ഞ് ഇപ്പൊ അവനെ കണ്ടത് കുറച്ച് നാണിച്ചൊക്കെ ഇരിക്കും. അങ്ങനെ അവനെ എന്നും കാണാൻ വേണ്ടിയാണ് ഇവള് കോളേജിന്റെ ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ കാര്യം അന്ന് കേട്ടപ്പോ അനിയനും ഒരു ക്രഷിനെ കണ്ടപ്പോ നിനക്ക് എന്നെ മറന്നു എന്ന് പറഞ്ഞ് അവന് കുറെ ഓവർ ആക്ടിംഗ് ഒക്കെ ചെയ്താണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് ഷീഗോൻ ഇവിടെ കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുക. കാരണം അവളെ ഹോസ്റ്റലിലേക്ക് മാറിയ തീരുമാനം അവൾക്കിപ്പോ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് ഇവളും സ്റ്റോപ്പ് വന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇവളുടെ അനിയനാണ് സേഫ് ആയിട്ട് വീട്ടിൽ പോകണമെങ്കിൽ ഒരു 50 എടുക്കുമെന്ന് പറഞ്ഞ് അവനെ ഇവളെ വിളിക്കും. അതോടെ അവൾ സന്തോഷെത്തി എങ്കിൽ പിന്നെ വണ്ടി എടുക്കും സാറെന്ന് പറഞ്ഞ് അനിയൻ്റെ കൂടെ ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലും. എന്നിട്ട് ഇവിടെ അങ്കിൾ ആന്റിയുടെ കൂടെ ഇവരൊരുമിച്ച് ഫുഡ് കഴിക്കുമ്പോഴാണ് അവരാണ് ഇവരെ കുറെ കെയർ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഷീഗോനും ഇത്രയൊന്നും കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവരോടൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇവളുടെ അങ്കിളാണ് എന്തായാലും പഠിച്ചിറങ്ങാൻ പോകുന്നുണ്ട് ഇനി ഹോസ്റ്റലിൽ താമസിക്കാതെ വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും അങ്കിൾ എനിക്ക് വരണമെന്നുണ്ട് പക്ഷെ എനിക്കിപ്പോ ലെക്ചർ എടുക്കണം, അതുകൊണ്ട് ഹോസ്റ്റലിൽ തന്നെ താമസിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് എന്നിന് അവളും പറയുമ്പം അടുത്തിരുന്ന അനിയനാണ് ലെക്ചർ എടുക്കാൻ വലിയ ടീച്ചറായെന്ന് പറഞ്ഞ് അവനും കളിയാക്കും. അങ്ങനെ ഇവള് പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യാൻ തീരുമാനിച്ചത് ഇവളുടെ അമ്മ താമസിക്കുന്ന സ്ഥലത്താണ്, അത് ഇവിടെ നിന്ന് ദൂരെയാ. അതുകൊണ്ട് ഇവളുടെ അങ്കിളും എന്തായാലും നിന്റെ അമ്മയച്ഛന് ഡിവോഴ്സ് ആയതുകൊണ്ട് നീ നിന്റെ അമ്മയുടെ കൂടെ കൂട്ടിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അദ്ദേഹവും പറയുമ്പം ആന്റിയാണ് ഇവളുടെ അമ്മയൊന്നും ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞ് അവര് ഫ്രണ്ട്സിനോടൊക്കെ സന്തോഷിത്തിരിക്കുമെന്ന് ഇവരിടയ്ക്കിടയ്ക്ക് വിളിച്ചു ചോദിക്കാറുണ്ടെന്ന് പറയും. അങ്ങനെ ആണുങ്ങളില്ലാതെ പെണ്ണുങ്ങൾക്കൊന്നും ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ ആന്റി കുറച്ച് ഗമയൊക്കെ ഇട്ട് പറയുമ്പം അങ്കിളും പ്രശ്നം വഷളാക്കണമെന്ന് വിചാരിച്ച് അവസാനം ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്തതിനെ സംസാരിക്കും. എന്നിട്ട് ഇവളുടെ ആന്റിയാണ് കല്യാണം കഴിക്കും മുമ്പ് നിന്റെ അച്ഛന്റെ ഒരു പൈസയിലായിരുന്നു നിന്റെ അമ്മ കഷ്ടപ്പെട്ട് കൂടെ നിന്ന് ഒരു ജോലിയൊക്കെ ഒപ്പിച്ചു കൊടുത്തപ്പോ നിന്റെ അച്ഛന്റെ സ്വഭാവം മാറിയത് കണ്ടില്ലെന്ന് പറഞ്ഞ് ഇവളുടെ അച്ഛനെ കുറിച്ച് കുറെ മോശമായിട്ട് പറയും. അങ്ങനെ ഇതൊക്കെ കേട്ട് അങ്കിളാണ് പിള്ളേരോട് എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവരപ്പം തന്നെ സൈലന്റ് ആക്കും. എന്നിട്ട് അവർ രണ്ടും കൂടെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നോമിലാണ് അവളുടെ അങ്കിളും അവളുടെ ഫ്രണ്ട് അച്ഛൻ അവളുടെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പിന്നെ അവൾക്ക് ഹേർട്ട് ആകത്തില്ലെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനമ്മയും സന്തോഷിച്ച് ജീവിച്ച കാര്യങ്ങളൊക്കെ നീ മറന്നു ഞാൻ ചോദിക്കും. അപ്പോഴാണ് അവർ തെറ്റ് മനസ്സിലാക്കി കുറച്ച് ആവശ്യത്തിൽ പറഞ്ഞു എന്ന് പറയും. അതിനുശേഷം അടുത്ത ദിവസം ഷീഗോന് ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് കൂട്ടുകാരിയും അവൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ റെസ്യൂമൊക്കെ നോക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഇവരെല്ലാരും കൂടെ ആ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുക. അങ്ങനെ കുറെ കമ്പനിയിൽ നിന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് ചൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഷീഗോനെ ലൈബ്രറിയിൽ വെച്ച് ഇന്നലെ ഷുവാങ്ഷു പറഞ്ഞായിരിക്കും ഓർത്ത് വെക്കുന്നത്. അതായത് ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ഒപ്പിച്ചെന്ന് ജോലി ചെയ്ത് ഇവള് ഷോക്ക് അടിച്ചിരിക്കാൻ പോവാണെന്ന്. അങ്ങനെ അവന്റെ വാക്കുകൾ ഇവളുടെ മനസ്സിൽ ഡീപ്പായിട്ട് അങ്ങ് പതിഞ്ഞ് അതുകൊണ്ട് അവനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഇവൾ സ്വന്തമായിട്ട് ജോലി വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിക്കും.
എന്നിട്ട് അടുത്ത ദിവസം ഇവളും ഇവളുടെ ഫ്രണ്ട്സുമായിട്ട് ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് അവരൊക്കെ ഇവർക്ക് മുമ്പേ തന്നെ ഷുവാൻഷോന്റെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയെന്നറിയും. അപ്പോഴാണ് ഇത് കേട്ട് ഷീഗുവാനാണ് പേടിച്ചിട്ട് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കും ഷുവാൻഷു വരുന്ന കാര്യം എന്താ മുമ്പേ പറയാത്തേന്ന്. അപ്പോഴാണ് അവളും ഞാൻ ഇപ്പോഴാടി അറിയുന്നതെന്ന് പറഞ്ഞ് ഇവളോട് തിരിച്ചറിയും. അതുകൊണ്ട് ഇവളെ ഷീഗുവാനാണ് ഒരു ഇവൾ അവിടെ വരുന്ന കണ്ട പിന്നെ അവൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഇവൾ ഇന്റർവ്യൂ വന്ന പോലെ അവന് തോന്നുമെന്ന് അവൾക്കതൊരു നാണക്കേടായിട്ട് തോന്നും. പക്ഷെ അതേസമയം അവനാണ് ഇവളെ ഇവിടെ വെച്ച് കണ്ടത് അവന് സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് ഇവരോരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കമ്പനിയിലേക്ക് അവരുടെ റെസ്യൂം കൊടുത്തിട്ട് തരും. ഇതേസമയം ഇവിടെ റോങ്ങും ഷുവാങ്ഷുവോട് അവൾക്ക് ചേരാൻ ആഗ്രഹമുള്ള ഒരു കമ്പനി അവിടെ റെസ്യൂം ഒക്കെ വാങ്ങിക്കാമെന്ന് പറയും. അതുകൊണ്ട് ഇവനെ ചെന്ന് ക്യൂ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവനാണ് തള്ളൊക്കെ കുറേട്ടെന്ന് പറഞ്ഞ് ഇവളെ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെ എല്ലാവരും റെസ്യൂം ഒക്കെ കൊടുത്തിട്ട് ഇവര് പുറത്തേക്ക് വരുമ്പോഴാണ് ഷീഗുവ മാത്രം സമയമില്ലാത്തതുകൊണ്ട് അവൾ കുറച്ച് റെസ്യൂം ഇങ്ങനെ കൈ കൊണ്ടുവരും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ എനിക്ക് പിന്നെ ഈ റെസ്യൂം ഒക്കെ വേസ്റ്റ് ആയി പോകത്തില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷുവാൻഷു അവളുടെ നിന്ന് റെസ്യൂം അയച്ചിട്ട് അവൻ ചെന്ന് ഇവൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ചെന്ന് അപ്ലൈ ചെയ്യാൻ പറയും. അപ്പോഴാണ് അവളും ഇനിയിപ്പോൾ എല്ലാവരും പോയി കാണും അടുത്ത പ്രാവശ്യം അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് വെക്കുമ്പം ഇവൻ അറിയുന്ന സീനിയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ അവളുടെ റെസ്യൂമായിട്ട് അകത്തേക്ക് കയറിച്ചില്ലും. അങ്ങനെ അവൻ സഹായിച്ചത് ഇവൾക്ക് ഭയങ്കര ഷോക്കാണ്. അങ്ങനെ അവൻ ഇവളുടെ റെസ്യൂമായിട്ട് വരുന്ന ഇവനെ പരിചയമുള്ള ഒരു സീനിയറിനെ കാണാൻ വേണ്ടിയാ. അങ്ങനെ അവർ വന്നേക്കുന്ന കമ്പനി മറ്റേ റോങ് ചേരാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞ ആ സെയിം കമ്പനിയാണ്. പക്ഷെ ആ സമയത്ത് അവൻ ഈ കാര്യം അവളോട് പറഞ്ഞില്ല. ഇപ്പൊ ഷീഗുവാൻ ആയതുകൊണ്ട് അവൻ അവളെ സഹായിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ലിന്നാണ് ഇവന്റെ ആയിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോം വാങ്ങിച്ചു നോക്കും. അപ്പോഴാണ് അവനും ഷീഗുവാൻ എന്ന പേരാ കണ്ടപ്പോ തന്നെ ഇവൻ ഇതിനു മുമ്പ് കാണാൻ ആഗ്രഹിച്ച ആ സെയിം പെങ്കൊച്ചാന്ന് പറഞ്ഞ് അവൻ അവളുടെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് മറ്റവന്റെ സീനിയറും ഇതെന്റെ ജൂനിയറാന്ന് പറഞ്ഞിട്ട് ഇവൻ ഒരാളുടെ റെസ്യൂം തരാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിന്നും എങ്കിൽ പിന്നെ അവൾ തന്നെ എന്തുകൊണ്ട് നേരിട്ട് വന്ന് തരാത്തെന്ന് ചോദിക്കുമ്പോൾ അവനാണ് കൂട്ടത്തിന്റെ അവിടെ അവളുടെ കാലുളിക്കിയതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ലെന്ന് പറയും. എന്നിട്ട് ലിന്നും തിരിച്ചൊന്നും പറയാതെ അവനെ റെസ്യൂം കൊടുത്തിട്ട് അവിടെ നോക്കുമ്പോഴാണ് ഇവളെ റെസ്യൂമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം പക്ഷെ ജോലി കിട്ടുന്നും കിട്ടാത്തയും അവളുടെ ടാലന്റ് അനുസരിച്ചിരിക്കും പറഞ്ഞ് ഇവനിപ്പോ പോയിക്കോളാം പറയും. എന്നിട്ട് ഷുവാൻഷു ബർത്ത്ഡേക്ക് വരുമ്പോഴാണ് അവളാണ് റെസ്യൂം വെച്ചതിന് ഇവന് താങ്ക്സ് പറയും. അപ്പോഴാണ് മറ്റേ റോങ് ആണ് ഇവൻ അറിയുന്ന ഒരു സീനിയർ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ പിന്നെ മുമ്പേ ഇവളുടെ റെസ്യൂം പെട്ടെന്നേക്കാൻ എന്തുകൊണ്ട് ഹെൽപ്പ് ചെയ്യാത്തതും ചെയ്യിക്കും. അപ്പോഴാണ് അവനും ഈസി ആയിട്ട് നിനക്ക് ജോലി ഇടുന്ന ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൻ ആ കാര്യം പറയാത്തെന്ന് പറയും. അങ്ങനെ ഇവർ തമ്മിൽ ചെറിയ ഉടക്കാന്ന് കണ്ടിട്ട് ബാക്കി എല്ലാവരും കൂടെ ഇവൻ നമുക്കോ എന്നറിഞ്ഞ് അവരൊക്കെ നടന്നു പോകും. അങ്ങനെ ഇവര് ഷുവാൻഷു മനഃപൂർവ്വം അവൾ വെറുപ്പിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞാന്ന് മനസ്സിലാക്കുമ്പം പെട്ടെന്ന് റോങ് ആണ് അവളുടെ ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവൾ മതി ടെൻഷനാകും. അങ്ങനെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് റോങ്ങിന്റെ ഫോണാണ് ഇപ്പോഴും കിട്ടി കാണത്തില്ല. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സ് ഒക്കെ എങ്കിൽ പിന്നെ ഇന്റർവ്യൂ ഒക്കെ ഇവൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ വേറൊരുത്തിയാണ് കമ്പനി നിന്ന് വിളിക്കുവാണ് നമ്മുടെ ഹോസ്റ്റൽ ലൈനിൽ വിളിച്ചോളും പിന്നെ അല്ലാതെ ഇമെയിലൊക്കെ വരും പറഞ്ഞ് അവരൊക്കെ പേടിക്കാതിരിക്കാൻ പറയും. അപ്പോഴായിരിക്കും പെട്ടെന്ന് ഷീഗുവാനാണ് ഒരു കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. അങ്ങനെ അവൾ അഡ്രസ്സ് ലൊക്കേഷൻ പറഞ്ഞ് എല്ലാം ബുക്കിനകത്ത് നോട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ട് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിനക്കാണോ അപ്പോൾ ആദ്യം ഇന്റർവ്യൂയുടെ ചാൻസ് എന്ന് പറഞ്ഞ് അവരൊക്കെ സന്തോഷിച്ച് ചോദിക്കും. അങ്ങനെ ഏത് കമ്പനിയാന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ഷീഗുവാനും ഷെങ്യോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാന്ന് പറയും. അങ്ങനെ ഈ കമ്പനി ചേരാനാ റോങ് കുറെ ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ റോങ്ങിനെ നോക്കുമ്പം അവളാണ് കുറച്ച് അപ്സെറ്റിലായിരിക്കുന്നത്. അപ്പോഴാണ് മറ്റുള്ളവന്മാരൊക്കെ ചിലപ്പോൾ അവസാനം വെച്ചോണ്ട് ഷീഗുവാൻ ആദ്യം വിളിച്ചായിരിക്കും എന്ന് പറഞ്ഞ് ഫയൽസ് ഒക്കെ മാറിയും തിരിഞ്ഞു പോയതുകൊണ്ട് പിന്നീട് റോങ്ങിനെ വിളിക്കുമെന്ന് പറയും. അങ്ങനെ അവരൊക്കെ ഇവളെ സമ്മാനപ്പെടുത്തുമ്പം ഇവള് ഷീഗുവാൻ ആ കോള് കിട്ടിയതുകൊണ്ട് കുറച്ച് വെറുത്തിട്ടായിരിക്കും അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഷീഗുവാനും അവളുടെ കൂട്ടുകാരും വിളിച്ചോണ്ട് അവള് പുറത്തേക്ക് നിന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് നോക്കും. ഇന്റർവ്യൂ ഇംഗ്ലീഷിലായതുകൊണ്ട് അവളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ഉത്തരം പറയാൻ പറ്റുന്നോന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഈ കമ്പനിക്ക് എന്തിനാ ഇത്രയും സീരിയസ് ആയിട്ട് മോള് പഠിക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഷീഗുവാനാണ് ഒന്നും പറയാതെ അവളിങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയിട്ട് കൂട്ടുകാരിയും ഷീഗുവാൻ നീ സാധാരണ ഇതിനെ കുറിച്ച് ഒന്നും വിഷമിക്കത്തില്ലല്ലേ ഒരേഷ ഷുവാങ്ഷു പറഞ്ഞുകൊണ്ടാണോ നീ ഇത്ര എഫോർട്ട് ഇടുന്നത് എന്നിന് അവരുണ്ട് സംസാരിച്ചിട്ട് നടന്നു പോകുമ്പോഴാണ് ഷീഗുവാനും ചിലപ്പോൾ അവളുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ തന്നെ അവൻ പറഞ്ഞതും കേട്ടോണ്ടായിരിക്കും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചു കൊടുക്കും. അങ്ങനെ ഇവൾക്ക് അങ്ങനെ തോന്നുവാണ് എങ്കിൽ പിന്നെ എല്ലാവർക്കും അങ്ങനെയാണ് തോന്നിയെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അവളുടെ കൂട്ടുകാരാണ് അതെങ്ങനെ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഷുവാൻഷു ഇവളുടെ റെസ്യൂം ചെന്ന് ഇവിടുത്തെ കമ്പനി കൊടുക്കാൻ കാരണം ചിലപ്പോൾ ഇവൾ ഇവിടെ തന്നെ ജീവിക്കാൻ വേണ്ടിയായിരിക്കും അവൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തെന്ന് പറയും. അങ്ങനെ സത്യമാണെങ്കിൽ അവൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ഷീഗുവാനാണ് അതിനൊന്നും ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് അവൾ ഇപ്പോഴും ഷുവാൻഷു റോങ്ങിനെ സ്നേഹിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചുമ്മാ നമ്മൾ കുറെ ആലോചിച്ചു കൂട്ടി നമ്മൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് അവളുടെ കൂട്ടുകാരോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കും ഇനിയിപ്പോൾ ഇവിടത്തെ കമ്പനി ജോലി കിട്ടിയാൽ പോലും അവൾ ജോലി ചെയ്യാനൊന്നും പോകത്തില്ലെന്ന്. കാരണം ഇവളെ കൊണ്ടും പഠിച്ച് ജോലി വാങ്ങിക്കാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാ ഇവൾ ഇന്റർവ്യൂ ഒക്കെ ഇപ്പോൾ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്ന അവളുടെ ഇഷ്ടമെന്ന് പറയും. അത് കേട്ട് അവളുടെ കൂട്ടുകാരെ സന്തോഷത്തി ഓ നീയാണ് മോളെ പൊളി എന്നിന് അവളെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ഷീഗുവാൻ അടുത്ത ദിവസം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇവൾ ഇന്റർവ്യൂ എന്ന കമ്പനിയുടെ തൊട്ടടുത്താണ് ഷുവാൻഷുവും ജോലി ചെയ്യുന്ന ബാങ്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു അവൻ ഇവളുടെ റെസ്യൂം ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് ഷീഗുവാനും അവൾ തിരിച്ച് കോളേജിൽ ചെല്ലുമ്പോഴാണ് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവൾ കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചേക്കും. അതിനുശേഷം ബാക്കിയുള്ളവരൊക്കെ ഇവളുടെ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇന്റർവ്യൂ കുറച്ച് പാടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമില്ല ഞാൻ ഉത്തരക്കം പറഞ്ഞെന്ന് പറഞ്ഞ്
അവൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ റോങ്ങിന് കുറച്ച് ജലസാവത്തേയുള്ളൂ. കാരണം അവൾക്ക് ഇതുവരെ ആ കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ടില്ല. അങ്ങനെ ഷീഗ്വാനും അവൾക്ക് ജോലി കിട്ടിയാലും ഇനിയിപ്പോൾ ചേരണേ വേണ്ടിയെന്ന് അവൾ പിന്നീട് ആലോചിക്കത്തുള്ളെന്ന് പറഞ്ഞ് ഇവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും അവൾക്ക് ഒരാൾ കാണാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം ഷീഗ്വാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുമ്പോഴാണ് ഇവളുടെ വേറൊരു കൂട്ടുകാരിയാണ് നീ എന്തായാലും റോങ്ങിന്റെ ഫ്രണ്ട് അങ്ങനെ വെച്ച് സംസാരിച്ചൊക്കെ അവൾക്ക് ഹേർട്ടായി കാണുമെന്ന് പറയും. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനി ആയതുകൊണ്ട് അവൾ ആ ജോലി ചേരാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ ഇവള് കിട്ടിയിട്ടും ചേരുന്നതും ചേരാത്ത പിന്നീട് ആലോചിക്കത്തുള്ളെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നല്ലോണം ഹേർട്ടായി കാണുമെന്ന് പറയുമ്പോൾ ഷീഗ്വാനും ഇവൾ ആ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചില്ലെന്ന് പറയും. അതേസമയം ഇവിടെ റോങ് ഭയങ്കര ദേഷ്യത്തിലുള്ള. എന്നിട്ട് അന്ന് രാത്രി റോങ്ങും അവൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഷുവാൻഷോയുടെ വീട്ടിലേക്ക് ചെല്ലും. അങ്ങനെ അവന്റെ അമ്മ ഇവളെ കണ്ട് അകത്തേക്ക് വിളിച്ചെടുത്തുമ്പോൾ അവള് ഷുവാൻഷുവിനോട് ഒരു സഹായം ചോദിക്കാൻ വേണ്ടി വന്നതെന്ന് പറയും. അപ്പോഴാണ് അവന്റെ അമ്മയും അവന്റെ അനിയന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയേക്കാന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷുവാൻഷു അവന്റെ അനിയനായിട്ട് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ അവന്റെ അനിയനെ ഇതിനു മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട്. ആർക്കെയിൽ ഓർമ്മ കിട്ടുന്ന നോക്കാം. എന്നിട്ട് അവനിപ്പോ ഇവളോട് ഇവൾക്ക് എന്താ സഹായം വേണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് അപ്ലൈ ചെയ്ത കുറെ കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വന്ന് പക്ഷെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഷെങ്യോങ് കമ്പനിയിൽ നിന്ന് ഒരു കോളിലും വന്നില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവൻ അറിയുന്ന സീനിയറിനെ വിളിച്ച് ഇവൾ എന്തുകൊണ്ടാ വിളിക്കാത്തതെന്ന് ഒന്ന് ചോദിച്ച് പറയാൻ വേണ്ടി ഇവളിപ്പോ പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷീഗോനെ ലൈബ്രറി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൾക്കാണ് വേറൊരു കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വരും. അങ്ങനെ അവൾ ഫോൺ എടുത്ത് സംസാരിക്കുമ്പോഴാണ് ഇവളുടെ അച്ഛനും അമ്മയും കൂടെ ഇവൾക്ക് ഒപ്പിച്ചെന്ന ആ സെയിം കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വരുന്നത്. അങ്ങനെ ഇവളുടെ റെസ്യൂമൊക്കെ വായിച്ചു നോക്കി ഇവൾ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇവളാണ് സന്തോഷെത്തി. അപ്പൊ എന്റെ അച്ഛനമ്മയുടെ സഹായം ഇല്ലാതെ തന്നെ എനിക്ക് ആ കമ്പനി ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഇവൾക്ക് നല്ല ഗമയായിരിക്കും. അതിനേശ് ഇവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കോളേജിന്റെ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരെല്ലാരും കൂടെ അവിടേക്ക് ചെല്ലുമ്പം അതേസമയം ഷീഗ്വാൻ എന്തോ സംഭവം ഒന്നും അറിയത്തില്ല. അങ്ങനെ അവളെല്ലാരും വിളിച്ചോന്ന് പറഞ്ഞാൽ വന്നേക്കുന്നത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്തോന്ന് വെച്ചാൽ റോങ് ആണ് ഇപ്പൊ എല്ലാരും വിളിച്ചു വരുത്തിയേക്കുന്നത്. കാരണം ഇവൾ ആഗ്രഹിച്ച കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂ കിട്ടാത്ത കാരണം ഷീഗ്വാനാണെന്ന് ഇപ്പൊ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ഞാൻ എന്ത് തെറ്റിയതെന്ന് പറഞ്ഞ് ഷീഗ്വാൻ ഇവരോടൊക്കെ ചോദിക്കുമ്പം റോങ് ആണ് ദേഷ്യത്തി ഓ നീ ഇപ്പോഴും സമ്മതിക്കത്തില്ല അല്ലേ? ആ ഷെങ്യോങ് കമ്പനിയിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഒരു ഫോൺ ഒന്നില്ലേ? ആ സമയത്ത് നീ എടുത്തിട്ട് നീ ആ കാര്യം എന്നോട് പറഞ്ഞില്ല. നിന്റെ ഉദ്ദേശം എന്തുവായിരുന്നു? ചിലപ്പോ ഞാൻ ഇന്റർവ്യൂ പോയാ നിനക്ക് ചാൻസ് എടുത്തില്ലെന്ന് പേടിച്ചിട്ടാണോ എന്നിന് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഷീഗോനൊന്നും മനസ്സിലാവാതെ ഏത് കോള്? ഞാനൊരു ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ എന്നെ സംശയിക്കുന്നത്? ഞാൻ ഫോൺ എടുക്കുവാണെങ്കിലും നിന്നോട് ഞാൻ ആ കാര്യം പറയത്തേ ഉള്ളു എന്നിന് അവളും പറഞ്ഞു നോക്കിയാലും ബാക്കി എല്ലാരും കൂടെ ആ കമ്പനിയിൽ നിന്ന് കോൾ എന്ന സമയത്ത് ആ ഇവള് മാത്രമേ ഹോസ്റ്റലിലുള്ളായിരുന്നു പറയും. അവിടെ നീ ഫോൺ എടുത്ത കാര്യം നീ തന്നെ മറന്നുപോയെന്ന് പറഞ്ഞ് അവരൊക്കെ ഷീഗോനെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. കാരണം റോങ് ഇന്നലെ ഷുവാൻഷുവിന്റെ സഹായത്തോടെ ആ സീനിയറിനെ വിളിച്ച് ഇവൾക്ക് എന്തുകൊണ്ട് ഇന്റർവ്യൂ കിട്ടുന്ന ചോദിച്ചാണെന്ന്. അപ്പോഴാണ് അവരിവള് വിളിച്ച കാര്യം പറയുന്നത്. അതുകൊണ്ട് കോൾ എടുത്തിട്ട് ഷീഗ്വാനാ പറയാത്തതെന്ന് റോങ് ഭയങ്കര ദേഷ്യത്തെ അവളോട് സംസാരിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് ഷീഗ്വാനും ചിലപ്പോൾ അവർ വിളിച്ചപ്പോൾ ആരും എടുത്തു കാണത്തില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ വിളിച്ചോലും കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ ഓരോ റീസൺ പറയുമ്പോൾ റോങ് ആണ് പുച്ചത്തി എന്റെ പൊന്ന് ഷീഗ്വാൻ ഇങ്ങനത്തെ റീസൺ പറയുന്നത് എനിക്കും അറിയാം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ സീനിയറോട് ഞാൻ അന്വേഷിച്ചു. കറക്റ്റ് നമ്മുടെ ഹോസ്റ്റൽ നമ്പർ തന്നെ വിളിച്ച് അതും നമ്മുടെ റൂമിൽ നിന്ന് ഒരാൾ ഫോൺ എടുത്തായിട്ടാണ് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും നീ തന്നെ, കാരണം വേറെ ആരും ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നിന് അവള് പറഞ്ഞു നോക്കിയാലും ഷീഗ്വാനാണ് അവസാനം വരെ ഞാനൊരു ഫോൺ കോളോ എടുത്തിട്ടില്ല, പിന്നെ ഒരു ഫോൺ എടുത്തായിരുന്നെങ്കിലും നിന്നോട് പറയാതിരിക്കേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞ് അവളും തർക്കിക്കുമ്പോഴാണ് റോങ് ആണ് ഭയങ്കര ദേഷ്യത്തി നിനക്ക് ഷുവാൻഷുവിന് ഇഷ്ടമല്ലേ? ഞങ്ങൾ രണ്ടുപേരും അടുക്കും നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവന്റെ തൊട്ടടുത്തുള്ള കമ്പനി തന്നെ എനിക്ക് ജോലി കിട്ടുന്ന നീ തടഞ്ഞ്, കാരണം നിനക്കിപ്പോ അവനോട് ഒരുമിച്ച് ജോലി കഴിഞ്ഞാൽ കറങ്ങാലോ എന്നിന് അവള് പറയുന്നേട്ട് എല്ലാരും കൂടെ സമാനപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് റോങ്ങും ഈ പ്രശ്നമൊക്കെ ഞാൻ മറന്നേക്കാം, പക്ഷെ ഇവളുടെ മുഖം കണ്ടില്ലേ, തെറ്റ് ചെയ്തായിട്ട് ഒരു റിയാക്ഷൻ പോലും ഇല്ല, ഇവൾക്ക് സോറി വയ്ക്കാൻ തോന്നിയോ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് ഷീഗ്വാനും ഇവള് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവൾക്കൊരു ഫോൺ കോൾ വന്നില്ലെന്ന് പറഞ്ഞ് അവള് കരഞ്ഞോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് അവളും റോങ്ങുമായിട്ടുള്ള പഴയ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇങ്ങനെ ഓർത്ത് വെക്കും. അങ്ങനെ അവള് തന്നെയാണോ ഇപ്പൊ ഇവളെ സംശയിച്ചെന്ന് ഓർത്തിട്ട് അവൾക്ക് നല്ല സങ്കടമാകും. അതേസമയം തന്നെ ഇവള് കോളേജിൽ ചേർന്ന സമയത്ത് ഷുവാൻഷിനും പ്രപ്പോസ് ചെയ്ത് കാണിക്കും. അങ്ങനെ അവൾ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവൻ പെട്ടെന്ന് ഇവളോട് സോറി പറയും, കാരണം അവനിപ്പോ പ്രണയിക്കാനൊന്നും താല്പര്യമില്ല. അതേക്കുന്ന അവളും എങ്കിൽ പിന്നെ നിനക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാൻ നിന്റെ പുറകെ തന്നെ വരും എന്ന് പറഞ്ഞിട്ട് അവൾ സന്തോഷത്തിലായിരിക്കും സംസാരിച്ചിട്ട് പോയ. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവളും ഇപ്പൊ റോങ്ങിന്റെ കൂടെ ചേർന്ന് ഷുവാൻഷും ഇവളെ വേദനിപ്പിച്ചാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. എന്നിട്ട് അവൾ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവിടെ അനീനാണ് അവളെ കണ്ടുപിടിച്ചിട്ട് ചേച്ചി നീ ഇന്ന് ഹോസ്റ്റലിൽ പോയില്ലേ, ആകെ ഫുഡ് എനിക്ക് മാത്രമേ കഴിക്കാവുള്ളൂ എന്നിട്ട് ഇവൻ പേടിച്ചിരിക്കുമ്പം അവളാണ് എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവളൊന്നും പറയാൻ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് അനീൻ ഇവളുടെ പുറകെ തന്നെ വന്നിട്ട് ചേച്ചി ഫുഡൊക്കെ ഉണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞ നീ പുറത്തേക്ക് വന്നാൽ കഴിക്കാം എന്നിട്ട് അവനും വിളിക്കുമ്പം ഇവളാണ് ഒന്നും പറയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കും.
ചോദിക്കും. അപ്പോഴാണ് അവനും വീണ്ടും ഹാർട്ട് ബ്രോക്കൺ ആയോ ചേച്ചി എന്ന് പറഞ്ഞ് അവനും വിളിക്കുമ്പം ഇവളാണ് പുറത്തേക്ക് വന്നിട്ട് ഒന്ന് മിണ്ടായിരിക്കാൻ പറയും. അപ്പോഴാണ് അവനും ഓ സത്യത്തിൽ ഹാർട്ട് ബ്രോക്കൺ ആണോ, എന്തോ പറ്റി, വീണ്ടും നിന്നെ ആരെയും റിജക്ട് ചെയ്തോ? അതാ ശുവാൻഷു തന്നെയാന്ന് പറയല്, കാരണം ഞാൻ വിചാരിച്ചത് നീ അവൻ എപ്പോഴും മറന്നോ എന്ന്. എന്നിട്ട് അവന് കഴിക്കാൻ വേണ്ടി ഫുഡൊക്കെ കൊടുക്കുമ്പം അവള് വിഷമിച്ചിട്ട് ഡോർ അടച്ചിട്ടങ്ങ് പോകും. അതിനെ ഇവളിങ്ങനെ വിഷമിച്ചിരുന്നാ പോരെന്ന് പറഞ്ഞ് അടുത്ത ദിവസം തൊട്ട് ഇവളും സത്യത്തിൽ അവൾക്ക് ഫോൺ കോൾ ഒന്നോ ഇല്ല എന്നറിയാൻ വേണ്ടി അവൾ എവിഡൻസ് കണ്ടെത്താൻ വേണ്ടി പോകും. ഇതേ സമയം ഇവൾ റൂമിലേക്ക് കണ്ട റോങ് ആണ് കുറച്ച് ഷോയെ കാണിക്കാൻ തുടങ്ങും. ഷീഗ്വാൻ, ഞാൻ ആ കാര്യം മറന്നുപോയി, ഇനി നീ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കെന്തായാലും അതിന് പകരം ഷുവാൻഷോ ഒരു ഫോം വാങ്ങിച്ചെന്ന്, ആ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇവളും ഷീഗ്വാന്റെ ഫ്രണ്ട് ഷോ കാണിക്കുമ്പം അവൾക്കാണ് ഇഷ്ടപ്പെടാതെ ഈ വില കുറഞ്ഞ ഫോണിനാണോ ഇത്രയും ഷോ ചോദിക്കും. അപ്പോഴാണ് മറ്റവളാണ് വില കുറഞ്ഞ ഫോണാണെങ്കിലും സ്നേഹത്തെ ഒരാൾ വാങ്ങിച്ചവരാണ് അതിന്റെ ഫീൽ പ്രത്യേകതരാന്ന് പറഞ്ഞ് ഇവൾക്ക് അതിനെ കുറിച്ചൊന്നും മനസ്സിലാത്തില്ലെന്ന് പറയും. അത് കേട്ട് ഷീഗ്വാന് സഹിക്കാൻ പറ്റത്തില്ല, അവൾക്ക് നല്ല ദേഷ്യം വരും. അതിനേശ് അന്ന് രാത്രി ഷീഗ്വാന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അവൾ വെച്ച് ഹോസ്റ്റലിലേക്ക് വരുമ്പോഴാണ് ബാക്കി എല്ലാരും കണ്ടിട്ട് ഷീഗ്വാൻ എന്തേലും ചോദിക്കും. അപ്പോഴാണ് അവളുമാരും ഇവിടെ ഇവളില്ലാത്ത സമയത്ത് ഭയങ്കര സംഭവമൊക്കെ നടന്നെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം അങ്കിളിന്റെ വീട്ടിൽ താമസിക്കാൻ പറയും. അങ്ങനെ പ്രശ്നം എന്തോന്ന് ഇവളും ചോദിച്ചു മനസ്സിലാക്കുമ്പോഴാണ് അവസാനം അവളും പറയുന്ന ഹോസ്റ്റലിൽ വന്ന ഫോൺ കോൾ എടുത്തത് ഇവളാണെന്ന്. അതിനെന്തിനാ നിങ്ങളൊക്കെ ഷീഗ്വാനെ വഴക്കുറയുന്നെന്ന് പറഞ്ഞ് ഇവൾ നടന്ന കാര്യങ്ങളൊക്കെ ഇവരോട് ഷെയർ ചെയ്യും. അന്ന് ആ കമ്പനിയിൽ നിന്ന് ഫോൺ കോൾ വന്നപ്പോ അവരാണ് ഇവളോട് പറഞ്ഞത് റോങ് ഇല്ലാത്തതുകൊണ്ട് അവര് പിന്നീട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തേ ഉള്ളു, അതുകൊണ്ട് അവര് പിന്നെ റോങ്ങിനെ ഫോൺ വിളിക്കുമെന്ന് പറഞ്ഞ് ഈ കാര്യം ഇവളും വിട്ടുപോയെന്ന് പറയുമ്പോൾ കേൾക്കുന്ന ഇവളുടെ ഫ്രണ്ട്സിനെല്ലാം അത് ഭയങ്കര ഷോക്കായിരിക്കും. കാരണം സത്യം അറിയാതെ എല്ലാരും ഷീഗ്വാനെ കുറ്റക്കാരാക്കി മാറ്റി. എന്നിട്ട് അടുത്ത ദിവസം ഷീഗ്വാന്റെ കൂട്ടുകാരിയും എന്തായാലും ഷീഗ്വാനെ കുറിച്ച് എല്ലാരും മോശമായിട്ട് വിചാരിച്ചിരിക്കുന്നുണ്ട്, അവളുടെ ആ ചീത്ത പേര് മാറ്റണം എന്ന് പറഞ്ഞ് എല്ലാരും കൂടെ വിളിച്ച് ചെലവ് ചെയ്യും. അങ്ങനെ ആ കൂട്ടത്തിൽ പരിദോഷണം പറയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം ഇവരെയും കൂടെ വെച്ച് സംസാരിച്ചാൽ മാത്രമേ പെട്ടെന്ന് കോളേജ് മൊത്തത്തിൽ ആ കാര്യം സ്പ്രെഡ് ആവത്തുള്ളൂ. അങ്ങനെ കൂട്ടുകാരിയും സത്യത്തിൽ ഫോൺ കോൾ വന്നത് ഇവളാന്ന് എടുത്തെന്ന് പറയും, അല്ലാതെ ഷീഗ്വാനല്ല. അങ്ങനെ ഞാൻ എടുത്തിട്ടും ആ കമ്പനിക്കാർ പറഞ്ഞ അവര് റോങ്ങിന് പിന്നീട് വിളിക്കുന്ന, അല്ലാതെ ഞാൻ ഫോൺ കൊടുക്കാനോ ഇല്ല ഈ കാര്യം ഞാൻ അവളോട് പറയാനോ അവരൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ആ കമ്പനിക്കാർ വീണ്ടും റോങ്ങിന് വിളിക്കുന്നു വിചാരിച്ച ഞാനും ആ കാര്യം അവളോട് പറയാത്തേന്ന് പറഞ്ഞ് ഇവള് വീട്ടിൽ പോകാനുള്ള ബിസി കാരണം അപ്പൊ തന്നെ അവിടെ നിന്ന് പോയെന്ന് പറയും. അങ്ങനെ കൂട്ടുകാരി ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഷീഗ്വാനാണ് നിങ്ങൾക്ക് ഈ എവിഡൻസ് ഒന്നും പോരെങ്കിൽ ഞാനും കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ ശേഖരിച്ച ഇൻഫോർമേഷൻ എല്ലാം ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അതായത് ആ ഫോൺ കോൾ എന്ന സമയത്ത് സത്യത്തിൽ ഇവള് ലൈബ്രറി പഠിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അതിന്റെ എവിഡൻസ് ഒക്കെ ഇവർക്ക് ലൈബ്രറി ചെയ്ത് നോക്കാന്ന് പറയും. കൂടാതെ ഇവളുടെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രിന്റ് ഔട്ടും ഉണ്ട്. ഒരു വിശ്വാസമില്ലാത്തവർക്ക് അവിടെ ചെന്ന് നോക്കാന്ന് പറഞ്ഞ് ഇവളുടെ ഭാഗത്തിരിക്കുന്ന ന്യായമൊക്കെ വിശദീകരിക്കും. അങ്ങനെ ഇത് കേട്ട് ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ ക്ലാപ്പ് അടിച്ച് ചിയർ ചെയ്യുമ്പം അവൾക്ക് ഇവിടെ എന്തോ സംഭവിക്കുന്നറിയാതെ കുറച്ച് ചമ്മലായിട്ട് നിൽക്കും. അങ്ങനെ ഈ കാര്യമൊക്കെ റോങ് അറിയാൻ വേണ്ടി വിളിച്ചിരുന്ന, പക്ഷെ അവള് മനഃപൂർവ്വം ഇവിടേക്ക് ഇന്ന് വന്നില്ല. എന്നിട്ട് തിരിച്ച് ഹോസ്റ്റലിൽ പോകുന്ന വഴിക്ക് അവളുടെ ഫ്രണ്ട്സും ഇവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സോറി അറിയുമ്പം ഷീഗ്വാനാണ് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളുമാർക്ക് എന്തിനെ പെട്ടെന്ന് ക്ലാപ്പ് ചെയ്ത് ഇവളെ നാണം കെടുത്തേം ചോദിക്കും. അപ്പോഴാണ് അവളുടെ ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് നിന്റെ ഡയലോഗ് കേട്ടപ്പോൾ ഒരു ഹീറോയിക് മൊമെന്റ് തോന്നിയെന്ന് പറഞ്ഞ് അവരറിയാതെ ക്ലാപ്പ് അടിച്ചു പോയതാന്ന് പറയും. ഇതേ സമയം ഇന്ന് പാരിതോഷികം പറയുന്നവരും കഴിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് അപ്പൊ തന്നെ കോളേജ് മൊത്തം സ്പ്രെഡ് ആവും ഷീഗ്വാന്റെ ഭാഗത്ത് ഒരു കുറ്റവും ഇല്ലെന്ന്. ആ കമ്പനിക്കാരെ സത്യത്തിൽ റോങ്ങിനെ വിളിക്കാതായി പോയ. അതേസമയം ഇവിടെ ഷുവാൻഷുവിന്റെ അമ്മയാണ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇത്തരം കാലം കഷ്ടപ്പെട്ടതിന് നിനക്ക് ഒരു നല്ല ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഇനിയെങ്കിലും ഇവനെ റോങ്ങിന്റെ കൂടെ സന്തോഷമായിട്ട് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇത് കേട്ട് അവനാണ് ഷോക്കായിട്ട് അവന്റെ അമ്മയോട് തിരിച്ച് സംസാരിക്കാൻ വരുമ്പം അവന്റെ അമ്മയാണ് ആദ്യം പറയുന്നേക്കെന്ന് പറഞ്ഞ് കൊച്ചിലെ തൊട്ടേ നിങ്ങൾ ഒരുമിച്ച് വളർന്ന്, കൂടാതെ അവള് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കുറെ സഹായം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ കടപ്പാടായിട്ട് ഇവൻ ചുമ്മാ ഫോൺ മാത്രം വാങ്ങിച്ചു കൊടുക്കാതെ അവളുടെ കൂടെ സെറ്റിൽ ആവാൻ വേണ്ടി പറയും. ഇതേക്കുന്ന അവനാണ് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഇവൻ അവൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുത്തത് ഷീഗ്വാനെ കുറിച്ച് അവൾ കോളേജ് വെച്ച് പിന്നീടും സംസാരിക്കാതിരിക്കാനാ. കാരണം ഇവന് റോങ്ങിനോടല്ല ഷീഗ്വാനോടാണ് ഫീലിങ്സ് ഉള്ളത്. അതിനുശേഷം ഇപ്പം അടുത്ത ദിവസം ഷീഗ്വാനാണ് അവളുടെ സാറിനെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം അവിടെ ഷുവാൻഷോ ഉള്ളതുകൊണ്ട് ഇവളും പതിയെ ഇങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് സാറാണ് ഇവളോട് ദേഷ്യത്തി ഇവള് ലെക്ചറിന് വേണ്ടി എഴുതി വെച്ചേക്കുന്ന അസൈൻമെന്റ് ഒന്നും പോരെന്ന് പറയും. അങ്ങനെ ഇതിനകത്ത് ഫുള്ള് മിസ്റ്റേക്കാന്ന് പറഞ്ഞ് അവളെ വഴക്കുറയുമ്പം ഇവളാണ് സാറിനോട് സോറി പറഞ്ഞിട്ട് അവളെ ശരിയാക്കി മാറ്റിക്കോളാം പറയും. അപ്പോഴാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന ഷുവാൻഷുവും അവളെ സപ്പോർട്ട് ചെയ്ത് സാറിനോട് സംസാരിക്കാൻ വരുമ്പം ഇത് കണ്ടിട്ട് അവളാണ് ഇവൾക്ക് വേണ്ടി ഒന്ന് സംസാരിക്കണമെന്ന് പറയും. അതോടെ സാറും ദേഷ്യത്തി നിനക്കൊരു ചെറിയ മിസ്റ്റേക്ക് പോലും കേൾക്കാനുള്ള മനസ്സില്ല, അതുകൊണ്ടാ നിന്റെ അസൈൻമെന്റ് ഇങ്ങനെ ആയിപ്പോയ, നിനക്കിനി ഒരു തവണ കൂടെ ചാൻസ് തരാം, അടുത്ത പ്രാവശ്യം നീ എൻ്റെ അടുത്ത് ഇതേപോലെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് പിന്നെ ഞാൻ നിന്നെ റിജക്ട് ചെയ്യും, അതിനുശേഷം എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നിട്ട് അവളുടെ ഫയൽ കൊടുത്തേക്കുമ്പോഴാണ് അവളത് വാങ്ങിച്ചിട്ട് ഷുവാൻഷോനെ മൈൻഡ് പോലും ചെയ്ത് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൻ അടുത്ത സെക്കൻഡ് തന്നെ ഇവളുടെ പുറകെ വന്നിട്ട് ഇവൾക്ക് അസൈൻമെന്റ് വല്ല സഹായമാണ് അവൻ ചെയ്തുതരാന്ന് പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കായിട്ട് പെട്ടെന്ന് ഇവൻ എന്ത് തന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊന്നും പിടി കിട്ടത്തില്ല. അതുകൊണ്ട് അവൾ തിരിച്ചൊന്നും പറയാതെ ആ ലിഫ്റ്റിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോകും. എന്നിട്ട് ഇവള് വീട്ടിൽ
ചെന്ന് അവളുടെ അസൈൻമെന്റ് ഒക്കെ ബെറ്റർ ആക്കാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് അവളുടെ അനിയനും ചേച്ചി നീയല്ലേ ലെക്ചറൊക്കെ വരുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോവാന്ന് പറഞ്ഞ ഇപ്പൊ എന്തിനാ വീട്ടിൽ വന്ന് പണി ചെയ്യുന്ന എന്തോ കുഴപ്പമുണ്ട് എന്നിട്ട് അവന് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കുമ്പോൾ ഇവളാണ് ഇവന്റെ ഫൈനൽ എക്സാം വരുന്നുണ്ട് ഇവൻ പഠിക്കുന്നോ ഇല്ലയോ നോക്കാൻ വേണ്ടി വന്നേന്ന് അറിയും. അതോടെ അവനും പുച്ചെത്തി അയ്യോ ഞാനിതങ്ങ് വിശ്വസിച്ചു പോയി സത്യം പറ കുറച്ച് ദിവസമായിട്ട് എന്തോ നടക്കുന്നില്ലേ എന്നിട്ട് ഇവൻ എത്ര ചോദിച്ചു നോക്കിയാലും അവളാണ് പഠിക്കാനുള്ള പടിയിടാന്ന് പറഞ്ഞ് അവനെ മിണ്ടാതാക്കും. അപ്പോഴാണ് ഇവളുടെ ഫോണിലേക്ക് ഹോസ്റ്റലിൽ നിന്നൊരു ഫോൺ കോൾ വരും. അത് വിളിച്ചാലല്ല ശുവാൻഷു ആണ്. അങ്ങനെ അവൻ ഇവളെ സഹായിക്കാൻ വേണ്ടി ലെക്ചറിനുള്ള കുറെ ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ ഇവൾക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിയും. അങ്ങനെ എന്തെങ്കിലും സംശയം വരുവാണ് ഇവനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവന് ഫോൺ കട്ട് ചെയ്യുമ്പം ഇത് കേട്ട് ഇവളാണ് ഞെട്ടിപ്പോയിട്ട് ഇവൻ എന്തിന് എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് അവളുടെ ഇമെയിലൊക്കെ ചെക്ക് ചെയ്ത് വെക്കും. അപ്പോഴാണ് അവനും കുറെ ഇമ്പോർട്ടന്റ് ഫയൽസ് ഒക്കെ ഇവൾക്ക് അയച്ചെന്നേക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് അവൾ വിചാരിക്കും ഇവനിങ്ങനെ സഹായിക്കാൻ കാരണം ചിലപ്പോ റോങ്ങിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും അവൾക്ക് പകരം അവൻ ഇങ്ങനെ സോറി ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ഇവൾ ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവളെങ്കിൽ പിന്നെ സോറി ഡയറക്ടറോട് ചോദിച്ചാൽ പോലെയെന്ന് പെട്ടെന്ന് അവൻ ഒന്നും കൂടെ ഫോൺ വിളിക്കുമ്പോഴാണ് അവന്റെ ഹോസ്റ്റലിലുള്ള കൂട്ടുകാരനായിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് അവനും ശുവാൻഷു വിളിച്ചാണെങ്കിൽ അവൻ കുറെ സമയമായിട്ട് ലെക്ചറിനെ കുറിച്ച് എന്തോ തപ്പിക്കൊണ്ടിരുന്ന് ഇപ്പോഴാ റെസ്റ്റ് എടുക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് ഇവളെ പിന്നെ വിളിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഇവളാണ് ഇത് കേട്ടിട്ട് എങ്കിൽ പിന്നെ റോങ്ങിന് വരെ ഇവളോട് സോറി ചോദിക്കാൻ അവൻ ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് അവൾ കുറച്ച് സങ്കടത്തിരിക്കും. ഇതേ സമയം ശുവാൻഷു ആണ് ആ സമയം കൊണ്ട് എഴുന്നേറ്റ് ഇവൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഇവന്റെ സൗണ്ട് കേട്ട് ചുമ്മാ താങ്ക്സ് പറയാൻ വിളിച്ചതെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അതിനുശേഷം ഇവളും വിഷമിച്ച് റോങ്ങിന് വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുവാണ് അവൾക്ക് ഈ സഹായം ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ അയച്ചെന്ന എല്ലാ ഡോക്യുമെന്റും ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം ഇവളായിട്ട് കഷ്ടപ്പെട്ട് അസൈൻമെന്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് സാറാണ് മൊത്തത്തിൽ ഇംപ്രസ് ആയി എങ്കിൽ പിന്നെ ഇത്ര എന്തെല്ലാം ചെയ്യാറിയെങ്കിൽ ആദ്യമേ ചെയ്തോടെന്ന് പറഞ്ഞ് അവൾ ഇത് തന്നെ കീപ്പ് ഇറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അനിയന്റെയും ഫൈനൽ എക്സാം വരുമ്പോഴാണ് ഇവളായിരിക്കും ഹോൾ ടിക്കറ്റും പാനെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ അവനാണ് കൂളായിട്ട് പരീക്ഷ കഴിഞ്ഞ് അവളെ കറങ്ങാന്ന് പറഞ്ഞ് ഓരോ പ്ലേസ് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാണുന്ന അവളും പരീക്ഷ എഴുതാമെന്ന് നീയാണോ ഞാനാണെന്ന് പറഞ്ഞ് അവനെ വഴക്കുറയുമ്പം അവനാണ് എന്തായാലും പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ഥലത്തേക്ക് ഇറങ്ങാം അതിന്റെ കൂടെ തന്നെ ഇന്ന് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് ചേച്ചി എന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചോണ്ട് എക്സാം നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അങ്ങനെ അവന് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവളും നീ പരീക്ഷ എഴുതാൻ പോകാതെ ആരും നോക്കുവാടാന്ന് പറഞ്ഞ് അവനെ വിളിച്ചുണർത്തുമ്പം ഇവനാണ് നിനക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ടെന്ന് അറിഞ്ഞില്ലേ ആ വ്യക്തിയെ ഞാൻ നോക്കുമായിരുന്നു പക്ഷെ ഇതുവരെ വന്നില്ല കുഴപ്പമില്ല ഞാൻ പരീക്ഷ എഴുതാൻ പോവാ നീയും ചുമ്മാ നോക്കിക്കൊണ്ടിരി നിനക്ക് സർപ്രൈസ് ആയിട്ട് ഒരാൾ വരും എന്നിട്ട് അവനും പറഞ്ഞിട്ട് പോയ ഉടനെ ഇവളങ്ങനെ ആരായിരിക്കും വരാൻ പോകുന്നതെന്ന് അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവസാനം വരെ ആരും വരത്തില്ല. അതിനുശേഷം പരീക്ഷ കഴിഞ്ഞിട്ട് അനിയൻ പുറത്തേക്ക് വന്നിട്ട് റിസൾട്ട് വരുമ്പോൾ നിന്നെ പൊട്ടിച്ച പിന്നെ നീ വിഷമിക്കില്ലെന്ന് പറഞ്ഞ് അവന്റെ ചേച്ചിയെ ചുമ്മാ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എന്നെ പൊട്ടിച്ച് എനിക്ക് സന്തോഷമുള്ളെന്ന് പറഞ്ഞിട്ട് അവൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാന്ന് വിളിക്കുമ്പം ഇവനാണ് ആ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയെ ഇവൾ കണ്ടോന്ന് ചോദിക്കും. കാരണം അവൻ ഉദ്ദേശിച്ച ശുവാൻഷുടെ അനി ഇവിടെ വരുന്നുണ്ട് അവൻ ചിലപ്പോൾ ഇവിടേക്ക് വരുന്ന പക്ഷെ ആകെ അനിയെ മാത്രമേ ഇന്ന് ഒറ്റയ്ക്ക് വന്ന് കാണത്തുള്ളൂ. അതുകൊണ്ട് അവനിപ്പോ ശുവാൻഷുടെ അനിയനെ പരിചയപ്പെടുത്തിയിട്ട് ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ഇവിടെ അവളുടെ അനിയനാണ് പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതി പറഞ്ഞ് ശുവാൻഷുടെ അനിയനോട് ചോദിക്കുമ്പം അവനും കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇത് കണ്ട് അവളും എക്സാം വല്ലതും പൊട്ടിയാന്ന് പറഞ്ഞ് അവളിങ്ങനെ ചോദിക്കുമ്പം അവൻ അതൊന്നുമല്ല ഇവനെ രാവിലെ തൊട്ട് ഭയങ്കര പനിയാന്ന് പറഞ്ഞ് അത് കാരണം ചിലപ്പോൾ മാർക്ക് കുറയെന്ന് അവൻ പേടിച്ചിരിക്കാന്ന് പറയും. അപ്പോഴാണ് ഷീഗോന്റെ അനിയനാണ് ഇത് കേട്ടിട്ട് ഓ ഈ ബുജ്ജികളൊക്കെ ഇങ്ങനത്തെ സംസാരം എടുക്കത്തേ ഉള്ളു എന്റെ ചേച്ചിയും പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് പനിയൊക്കെ പിടിച്ച് കിടന്ന പക്ഷെ മാർക്ക് വന്നപ്പോഴോ അവളായിരുന്നു ടോപ്പർ അതേപോലെ നീയും ചുമ്മാ തള്ളാറ നീ ആയിരിക്കും ടോപ്പർ ആകാൻ പോകുന്നത് എന്നിട്ട് അവനും പറയുമ്പം ഇവിടെ ഷീഗോനാണ് പഠിച്ച ആരെ കൊണ്ട് ടോപ്പർ ആകാൻ പറ്റുമെന്ന് പറഞ്ഞ് ചുമ്മാ ഇവളെ നോക്കി അസൂയപ്പെടണമെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവര് പരീക്ഷിക്കേണ്ടി വരുമ്പോഴാണ് അനിയനാണ് ഈ തവണ നിനക്ക് ആ സർപ്രൈസ് കാണിച്ചരാന്ന് പറഞ്ഞ് നേരെ ശുവാൻഷുന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് പോകും. അതോടെ അവളാണ് ദേഷ്യത്തി നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടാന്ന് പറഞ്ഞ് അവളിങ്ങനെ കട്ടക്കരിപ്പിരിക്കും. അതേസമയം അവന്മാർ രണ്ടുപേരും കൂടെ പരീക്ഷയതിനകത്തേക്ക് കയറി ചെല്ലുമ്പം ഇവന് കിട്ടിയ ചാൻസ് യൂസ് ചെയ്യുന്ന പറഞ്ഞ് അവിടെ സിഗ്നലെ കാണിച്ചിട്ട് പോകും. അതിനേശം ഇവിടെ ശുവാൻഷും ഇവൾ ഇന്നലെ ഇവിടെ വന്ന കാര്യം അറിഞ്ഞിട്ടാ അവൻ ഇന്ന് അവന്റെ അനിയന്റെ കൂടെ ഇവിടെ വന്നേന്ന് അറിയും. അത് കേട്ട് അവൾ എന്തോ പറയണമെന്ന് അറിയാതെ എങ്കിൽ പിന്നെ ശരിയെന്ന് പറഞ്ഞ് അവൾ പോകാൻ നോക്കുമ്പം ഇവനാണ് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോന്ന് പറഞ്ഞ് ഇവളെ വിളിക്കും. അങ്ങനെ ഇന്നലെ അനിയന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോണ്ട് ഇന്ന് അവന്റെ ചെലവാന്ന് അറിയും. അങ്ങനെ പരീക്ഷ കഴിഞ്ഞിട്ട് ശുവാൻഷു ഇവർക്കെല്ലാം ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവളാണ് ഇത് കണ്ട് ഓർത്ത് നോക്കും ഇതിനുമുമ്പും ഇവന്റെ അമ്മയ്ക്ക് ഒരു സർജറിയുടെ ആവശ്യമുള്ളപ്പോൾ അവൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് കാണും. ആ സമയത്ത് ഷീഗോനായിരിക്കും കുറച്ച് പൈസ കൊടുത്ത് അവനെ സഹായിച്ച് പക്ഷെ അതിന് പകരം അവൻ ഇവൾ തന്ന പൈസയും എക്സ്ട്രാ ഒരു 5000 കൂടെ പലിശയായിട്ട് അവൾ കൊടുത്തേക്കും. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഇന്ന് ഇവൻ ഇവിടേക്ക് വന്നത് ഇവന്റെ അനിയന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോണ്ട് മാത്രം അതിന് പകരം അവൻ ഇന്ന് ചെലവ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നേന്ന് വിചാരിക്കും. അങ്ങനെ ഇവളുടെ കൂടെ ഒരു കടപ്പാടും വേണ്ടെന്ന് അവൻ വിചാരിക്കുന്നതായിട്ട് ഇവൾക്ക് തോന്നുന്നു. അങ്ങനെ ഓരോ ദിവസം പരീക്ഷ കഴിഞ്ഞ് ഇവന്മാരുടെ ലാസ്റ്റ് എക്സാം വരും. അപ്പോഴാണ് ഇവിടെ ശുവാൻഷു ആണ് ഇന്നലെ അവന്റെ അനിയനെ ഇവൾ വീട്ടിൽ കൊണ്ടാക്കിയതുകൊണ്ട് അതിന് താങ്ക്സ് പറഞ്ഞിട്ട് ഇവനോടുള്ള ദേഷ്യമൊക്കെ അപ്പൊ കുറഞ്ഞോന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ അനിയനെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് അത് ഇവനായിട്ടൊരു ബന്ധമില്ലെന്നറിയും. കൂടാതെ അവളും ഇനി ഇവന്റെ പുറകെ വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പരീക്ഷ കഴിഞ്ഞിട്ട് അവന്മാരാണ് പുറത്ത് സന്തോഷത്തേക്ക് ഓടി വരും. അങ്ങനെ
അങ്ങനെ ഇവര് പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞ് അവന്മാരോട് ചോദിക്കുമ്പോൾ അവന്മാരാണ് പരീക്ഷ പൊളിയെന്ന് പറഞ്ഞിട്ട് ഷീഗോന്റെ അനിയനും ഈ സന്തോഷമായിട്ടുള്ള കാര്യം നമുക്ക് പുറത്ത് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യാന്ന് പറയും. അപ്പോഴാണ് ശുവാൻഷുന്റെ അനിയനാണ് ഇവർക്ക് ഇന്ന് വരാൻ പറ്റത്തില്ല, ചേട്ടന്റെ ഫ്രണ്ട് റോങ് പരീക്ഷ കഴിഞ്ഞുകൊണ്ട് ഇവന് ഫുഡ് കഴിക്കാൻ വിളിച്ചെന്ന് പറഞ്ഞ് ആ കാര്യം പറയും. അങ്ങനെ ഈ സംഭവം ഇപ്പോഴാണ് ശുവാൻഷു അറിയുന്നത്. അതേസമയം ഇത് കേട്ടിട്ട് ഷീഗോനാണ് എങ്കിൽ പിന്നെ നമുക്ക് ആദ്യം പോകാന്ന് പറഞ്ഞ് അവളുടെ അനിയനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് കാറി വെച്ചിട്ട് ഇവിടെ അനിയനും എങ്ങനെയുണ്ട് എന്റെ സർപ്രൈസ് എന്ന് പറഞ്ഞ് ഇത്രയും ദിവസം ശുവാൻഷയെ കണ്ടത് ഇവൾക്ക് സന്തോഷമായാലും ചോദിക്കും. അപ്പോഴാണ് അവൾ അനിയനോട്, എടാ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, ആ ശുവാൻഷു ഇല്ലേ അവന്റെ അമ്മയ്ക്ക് ഒരു സർജറിയുടെ ആവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്ത്, പക്ഷെ തിരിച്ചവൻ അപ്പം തന്നെ എനിക്ക് പലിശയും കൂടെ ചേർത്ത് തന്നു. അതുകൊണ്ട് അവൻ ഇവിടേക്ക് വരാനുള്ള കാരണം നമ്മൾ അവന്റെ അനിയന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തോണ്ട് മാത്രം, അതിന് തിരിച്ചവൻ ഫുഡ് വാങ്ങിച്ചു തരാനാ ഇവിടേക്ക് വന്ന് എന്നിന് അവളും പറഞ്ഞു കൊടുക്കുമ്പോൾ അനിയനാണ് എങ്കിൽ പിന്നെ ഇതിനുമുമ്പ് ഇവളുടെ അസൈൻമെന്റിനൊക്കെ അവൻ എന്തിനാ സഹായിച്ചേം ചോദിക്കും. അപ്പോഴാണ് അവളും ഇവളുടെ റൂംമേറ്റ് റോങ് ഒരു തെറ്റ് ചെയ്തുകൊണ്ട് അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ശുവാൻഷു ആയതുകൊണ്ട് ആൾക്കാരും സോറി ചോദിക്കുന്ന പോലെ അവൻ ആ സഹായം ചെയ്തെന്ന് പറയും. അല്ലാതെ ഇവളുടെ അടുത്ത് ഒരു കെയറിംഗ് ഇല്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അനിയന് തെറ്റ് ചെയ്തായിട്ട് ഓർത്തിട്ട് എങ്കിൽ പിന്നെ അവൻ തന്ന അസൈൻമെന്റ് ഒക്കെ നീ യൂസ് ചെയ്തെന്ന് അവനും ചോദിക്കും. ഒരു അവന്റെ സഹായം വേണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാൻ ചേച്ചെന്ന് പറഞ്ഞ് ഇവനും പറയുമ്പോൾ ഇത് കേട്ട് അവളാണ് ചിരിച്ചിട്ട് മതിയടാ മതി ജീനിയസ്, അസൈൻമെന്റ് ഒക്കെ ഞാൻ എപ്പോഴേ സബ്മിറ്റ് ചെയ്ത്, ഇനി ഒരു സഹായം ആവശ്യമില്ല എന്നിന് അവളും പറയുമ്പോൾ ഇവനാണ് ഞാൻ എത്ര വല്ല തെറ്റാ ചെയ്തെന്ന് പറഞ്ഞ് ശുവാൻഷിനോർത്ത് ഇപ്പൊ ദേഷ്യപ്പെടും. അങ്ങനെ അതിനുശേഷം അടുത്ത ദിവസം ഇവരൊക്കെ ലെക്ചർ ചെയ്യാനുള്ള ദിവസം വരുമ്പോഴാണ് ഓരോരുത്തരും ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അടുത്തായിട്ട് ഷീഗോനും സാർമാറിന്റെ ഫ്രണ്ടിൽ ചെന്ന് അവൾ ചെയ്ത അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ലെക്ചർ കേൾക്കാൻ വേണ്ടി ശുവാൻഷു അവിടേക്ക് വന്നിരിക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്ന അവൻ അയച്ചെന്ന ഒരു സംഭവം അവൾ യൂസ് ചെയ്തിട്ടില്ലെന്ന്. പക്ഷെ അതല്ലാതെ തന്നെ അവിടുത്തെ സാർമാർക്കൊക്കെ ഇവളുടെ ലെക്ചർ ഒത്തിരി ഇഷ്ടപ്പെടും. അങ്ങനെ ഇവരുടെ കോളേജ് ലൈഫ് അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളതുകൊണ്ട് ഷീഗോനാണ് അപ്പോഴും അവളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സൊക്കെ അന്ന് നടന്ന സംഭവത്തിനൊക്കെ സോറി പറയും. അതുകൊണ്ട് കുറച്ച് ദിവസമെങ്കിലും നീ ഞങ്ങളുടെ കൂടെ താമസിക്കുന്നറിഞ്ഞ് അവരൊക്കെ ചോദിക്കുമ്പോഴാണ് ഇവിടെ അവളും എല്ലാരും മിസ് ചെയ്യുന്നോർത്ത് വിഷമിച്ചിട്ട് അവൾ ആ സംഭവമൊക്കെ എപ്പോഴേ മറന്നെന്നറിയും. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം സന്തോഷത്തോടെ ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും. അതിനുശേഷം ഇവരുടെയൊക്കെ ഒരു കൂട്ടുകാരിയും തിരിച്ചവളുടെ വീട്ടിൽ പോകുന്നുണ്ട്. ഇവരെല്ലാം അവളെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെല്ലും. അതിനുശേഷം അവൾക്ക് ബായ് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് എയർപോർട്ടിൽ നിന്ന് പോകുന്ന ബസ്സാണ് ഭയങ്കര തള്ളായിരിക്കും. അതുകൊണ്ട് ഷീഗോൻ ആ കൂട്ടത്തിൽ കയറാൻ പറ്റത്തില്ല. അതേസമയം ഇത് തന്നെ ലാസ്റ്റ് ബസ് ആയതുകൊണ്ട് ഇനി വല്ല ടാക്സി പിടിച്ച് ഇവൾക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവളും കൈ പൈസ ഇല്ലാതെ എങ്ങനെ പോകുന്നതെന്ന് പറഞ്ഞ് അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളുടെ അടുത്തേക്കാണ് ശുവാൻഷു വന്നിരിക്കും. കാരണം അവനും ഇവള് ബസ്സിൽ കയറാത്തതുകൊണ്ട് അവനും കയറിയില്ല. എന്നിട്ട് അവളും കുറച്ച് ഷെയ്യായിട്ട് എങ്കിൽ പിന്നെ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും പോയില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് അവരെപ്പോഴേ പോയെന്നറിയും. അപ്പോഴാണ് ഇവന് പെട്ടെന്ന് ഒരു ഫോൺ കോൾ എന്നുടനെ അവന് ഷീഗോന്റെ കൂടെ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ ഇരിക്കാന്ന് പറഞ്ഞ് അവൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് വിളിച്ചത് റോങ് ആണെന്ന് മനസ്സിലാക്കി അവളും ഇവളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ അവള് തെറ്റിയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവനാണ് നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് അവനും തിരിച്ചു ചോദിക്കും. അപ്പോഴാണ് അവളും ടെൻഷനായിട്ട് എങ്കിൽ പിന്നെ ടാക്സി പിടിച്ചു പോകാൻ എന്റെ പൈസ ഇല്ല, നീ ഇപ്പൊ എനിക്ക് തരുവാണ് ഞാൻ പിന്നീട് തരാമെന്ന് പറഞ്ഞ് അവള് സംസാരിച്ചു വെക്കും. അപ്പോഴാണ് അവനും ഇവന്റെ പൈസ ഉണ്ടെങ്കിലും ഇവളുടെ കൂടെ ഒരുമിച്ച് നടന്നോണെന്ന് വിചാരിച്ച് അവനും കൈ പൈസ ഇല്ലെന്ന് കള്ളം പറയും. അതുകൊണ്ട് നമുക്ക് നടക്കാന്ന് പറഞ്ഞ് ഇവൻ നടന്നു പോകുമ്പോൾ ഇവളാണ് ഇവന്റെ കൂടെ ഒരുമിച്ച് നടന്നോണെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോഴാണ് പോകുന്ന വഴിക്കച്ച് അവനും ഇവൻ അയച്ചെന്നൊന്നും അപ്പൊ ലെക്ചറിന് യൂസ് ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് ഞാൻ കഷ്ടപ്പെട്ടാലല്ലേ എനിക്ക് അതിന്റെ യൂസ് കിട്ടത്തുള്ളെന്ന് പറഞ്ഞ് അതുകൊണ്ട് ഇവൻ യൂസ് ചെയ്യാത്തെന്ന് പറയും. ഇത് കേട്ട അവനും സത്യത്തിൽ അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ ഇവൾ യഥാർത്ഥത്തെ റീസൺ പറഞ്ഞ ഇവൻ എന്തോ വിചാരിക്കുന്ന പറഞ്ഞ് അവൾ പെടുന്ന സൈലന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കും. അതുകൊണ്ട് അവൾ ഇവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇവൾക്ക് നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് അവന് മുമ്പോട്ട് പോകാൻ പറയുമ്പോൾ അവനാണ് കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് ഹീൽസ് ഇട്ട പിന്നെ ഇങ്ങനത്തെ അവസ്ഥയിലാണ് നിൽക്കേണ്ടതെന്ന് അറിയും. അപ്പോഴാണ് അവളും ഇത് നോർമലായിട്ട് എല്ലാവരും ഇടുന്ന കൂടാൻ നടക്കുന്നോലും ഞാൻ ആലോചിച്ചാലും നോക്കിയില്ലെന്ന് പറഞ്ഞ് എല്ലാരെ പോലെ തന്നെ അവൾ ഹീൽസ് വാങ്ങിച്ചെന്നറിയും. അങ്ങനെ റോങ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനാണ് അവൻ അറിയത്തില്ലെന്നറിയും. കൂടാതെ ഇവന്റെ ജീവിതത്തിൽ ഒരു വലിയ ചാൻസ് കിട്ടിയിട്ടും അവനത് മൊത്തത്തെ അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞ് ഇവളെന്ന് പ്രൊപ്പോസ് ചെയ്ത കാര്യത്തിനെ കുറിച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് പറയും. ഇതേക്കുന്ന അവൾക്കാണ് ഒന്നും മനസ്സിലാവാതെ ഇവ റോങ്ങിനെ കുറിച്ച് പറയണമെന്നറിഞ്ഞ് അവൾ ഓർത്തിട്ട് അവൾ എന്തായാലും തിരിച്ചെന്ന് പറഞ്ഞ് ഇവനെ സമാനപ്പെടുത്തും. അപ്പോഴാണ് ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ ഇവൾക്ക് ഇവനോട് വീണ്ടും ഇഷ്ടമെന്ന് വിചാരിച്ച് അവന് സത്യം തിരിച്ചുവരാമെന്ന് പറഞ്ഞ് ഷീഗോനോട് വയ്ക്കും. അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്ന ഷീഗോനെ കുറിച്ചാ. പക്ഷെ ഷീഗോന്റെ മനസ്സിൽ റോങ്ങിനെ കുറിച്ചുള്ള ചിന്തയുള്ള. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം പറയുമ്പം അവന് ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് അവന് പോകുന്ന വഴിക്ക് വെച്ച് നമുക്ക് പുതിയ ചെരുപ്പ് വാങ്ങിക്കാന്ന് പറയുമ്പം ഇവളാണ് പൈസ ഇല്ലാതെ എങ്ങനെ വാങ്ങിക്കും പറഞ്ഞ് അവനോട് വയ്ക്കും. അപ്പോഴാണ് അവനും ഇവന്റെ പൈസ ഉണ്ടെന്ന് പറയാൻ വരുമ്പം അവൾ എന്തായാലും കാല് വേനെടുത്തോണ്ടെന്നില്ല നിന്ന് അത് വേറെ റീസൺ എന്ന് പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങും. അതിനുശേഷം ഹോസ്റ്റലിൽ എത്തിയിട്ട് അവനും ഇവളുടെ ഹോസ്റ്റൽ വരെ കൊണ്ടാക്കാന്ന് പറയുമ്പം അവള് വിചാരിക്കും ചിലപ്പോൾ റോങ്ങിന് അവൻ അവിടെ വെച്ച് കണ്ട് സംസാരിക്കാനായിരിക്കും ഇവളുടെ കൂടെ വരുന്നതെന്ന്. അതുകൊണ്ട് അവള് വിഷമിച്ച് അവന്റെ കൂടെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴാണ് അവൻ ഇവളെ കൊണ്ടാക്കിയിട്ട് അവൻ അപ്പം തന്നെ തിരിച്ചു പോകും. അപ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് അവളാണ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇവന്റെ പേരിങ്ങനെ ഒച്ചത്തി വിളിക്കും. അങ്ങനെ അത് കേട്ട് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവളാണ് സങ്കടത്തി ഇതാ ഞാൻ കാണിക്കുന്ന അവസാന
അവസാന ബായ് എന്ന് പറഞ്ഞ് അവന് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇവന് റോങ്ങിനെ ഇഷ്ടമെന്ന് വിചാരിച്ച് അവൾ അവസാനമായിട്ട് ഇവനെ മറക്കാൻ തീരുമാനിച്ച്. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഈ ഡ്രാമ എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്ന താഴെ കമന്റിൽ പറയുക. ഇതുവരെ നമ്മൾ ഡ്രാമയിലെ ഹീറോയെ കാണിച്ചിട്ടില്ല. സോ ഇനി വരാൻ പോകുന്ന അടുത്തടുത്ത എപ്പിസോഡിലായിരിക്കും എന്തൊക്കെ സംഭവിക്കാമെന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. സോ അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. കൂടാതെ നമ്മൾ മറ്റേ ഡ്രാമയും കാണുന്നുണ്ട്, ഐഡലൈ. അത് ആഴ്ചയിൽ 2 എപ്പിസോഡ് വെച്ച് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് അത് റിലീസായതിനു ശേഷം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അതിന് വെയിറ്റ് ചെയ്യുന്നവരെ ഈ ഡ്രാമ കണ്ട് എൻജോയ് ചെയ്യാം.